പ്രണയം വർണ്ണനകൾ എത്ര നൽകിയാലും മതിവരാതെ. കവിതകൾ, കഥകൾ എന്നുവേണ്ട പലതരം കലാസൃഷ്ടികളിലൂടെ, ജീവിതങ്ങളിലൂടെ അങ്ങനെ ഇന്നും പരന്നൊഴുകുന്നു. കാലമില്ല, വർണ്ണമില്ല, പ്രായമില്ല, ലിംഗവ്യത്യാസങ്ങളില്ല. യഥാർത്ഥ പ്രണയത്തിന് മരണവുമില്ല. കാലം മാറിയതിനനുസരിച്ച് ചില മാറ്റങ്ങൾ പ്രണയരീതികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പണ്ട് പ്രണയം തുറന്നു പറഞ്ഞവരെക്കാൾ പറയാൻ മടിച്ചവരാണ് ഏറെ. അന്ന് മിക്കവാറും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ കത്തുകളിലൂടെയാണ് പ്രണയം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പലരും ഒളിച്ചും പാത്തും ഒക്കെ തൻ്റെ കഴിവുകളെല്ലാം പേപ്പറുകളിൽ എഴുതി കത്ത് മുഖേന കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. തുറന്നു പറയാൻ പേടിയായിരുന്നു. അതും വളരെ രഹസ്യമായിട്ട് രണ്ടുപേരും സൂക്ഷിക്കും. രണ്ടുപേരും വീടുകളിലെ ഉള്ളറകളിൽ പോയി അത് മനസ്സിലാക്കി അതിന് മറുപടി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. കാലം മാറി. ഇന്ന് പ്രണയം പറയാൻ മാർഗങ്ങൾ ഒരുപാടാണ്. സംസാരം തുടങ്ങുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ വീട്ടിൽ സംസാരിച്ച് സമ്മതിച്ചു. അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയിലാവും, പ്ലസ് അറേഞ്ച് മാരേജ്. റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആവുന്നതും അൺഹെൽത്തി ആവുന്നതും. സോ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെട്ടതിൽ ഇറ്റ്സ് മോർ ബെറ്റർ. കാലം മാറുന്നതിനൊപ്പം പ്രണയത്തിൻ്റെ മാനങ്ങളും മാറി. ജെൻസിക്ക് പ്രണയം ഒറ്റ വിശേഷണത്തിൽ ഒതുങ്ങുന്നതല്ല. എൻ്റെ വ്യൂ പോയിന്റിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് അഡിക്റ്റ് ആണ്. പിന്നെ വെസ്റ്റിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് കിട്ടുമ്പോൾ ഈ പുതിയ ടേംസ് ഒക്കെ നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്ന ഒരു പതിവാണ് ഇപ്പോൾ ജെൻസിയിൽ. നമ്മൾ സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ് എന്ന് പറയും. പിന്നെ അതിനൊക്കെ കുറേ ടേം കൊടുക്കുമ്പോൾ വി ആർ ജസ്റ്റ് കോംപ്ലിക്കേറ്റിംഗ് ഇറ്റ് മോർ okay. So basically love എന്ന് പറയുന്നത് it's very simple. You like someone, you genuinely like their company, you genuinely like their presence with you. So that is all that there is. റെസ്പെക്റ്റും തന്നെ ലൈക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന്. പിന്നെ ട്രസ്റ്റാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ. ട്രസ്റ്റാണ് ലൈക്ക് എന്തായാലും മെയിനായിട്ട് വേണ്ടത്. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ട് കളയണം എന്നുള്ളൊരിതാണ്. കാലം മാറുന്നതിനൊപ്പം പ്രണയവും അതിൻ്റെ പുതിയ മാനങ്ങൾ തേടുകയാണ്. ചേർത്തു പിടിക്കുന്നത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ വിട്ടുകൊടുക്കുന്നതും പ്രണയത്തിൻ്റെ സുന്ദര ഭാവങ്ങളാണ്. മനോജ് മാർശ്ശേരിക്കും ജോയ് സിയാറിനും ആന്റണി ഗ്രിഗറിക്കുമൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.